ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. DSR 24 ദിനങ്ങൾ പിന്നിടുന്നു. ഈയൊരു ശനിയാഴ്ച സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിയുന്നു. 125ഓളം ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് 4000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 7,61,000 രൂപയോളം കളക്ഷൻ വന്നു. അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ഇന്നും കളക്ഷൻ വന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. വേൾഡ് വൈഡായിട്ട് 81 കോടിയിലേക്കും ഈ ഒരു സിനിമ എത്തുകയാണ്. ഈ ഒരു വർഷത്തെ മറ്റൊരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയാണ് ഈ ഒരു ചിത്രവും. 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ എത്തില്ലായിരിക്കാം. പക്ഷേ ഞെട്ടിച്ച ഒരു പ്രകടനം തന്നെ പ്രണവിൽ നിന്ന് കാണാനും കഴിഞ്ഞു. അപ്പോൾ മികച്ച ഒരു സിനിമയും വരുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത ഇന്ന് ഒരാഴ്ച പിന്നിടുകയാണ്. സിനിമ 9ാം ദിനമാണ് ഇന്ന്. സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 126ഓളം ഷോകളിൽ നിന്ന് 4000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6.5 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ കളക്ഷൻ വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ന് കളക്ഷൻ വന്നത്. ഇന്ന് കൊണ്ട് സിനിമ 5 കോടിക്ക് അടുത്തേക്ക് എത്തുകയാണ്. ഒരു പക്ഷേ നാളെ കൊണ്ട് 5 കോടി കവർ ചെയ്യും എന്ന് തന്നെ പറയാം. നമ്മൾ 5 കോടിയാണ് ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം പ്രതീക്ഷിച്ച കേരള ബോക്സ് ഓഫീസെങ്കിൽ കേരളത്തിൽ വലിയ ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്ററായി മാറുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. വേൾഡ് വൈഡായിട്ട് ഈ സിനിമയ്ക്ക് അത്ര മികച്ച ഒരു കാര്യമല്ല വന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സിനിമയുടെ 20 മിനിറ്റോളം കട്ട് ചെയ്ത് ന്യൂ കട്ട് എന്നുള്ള ഒരു വേർഷനുമായി സിനിമ എത്തുന്നു. എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. OTTയിൽ 40 കോടിക്ക് മുകളിൽ പോയ ചിത്രം ഓൾ ഇന്ത്യ ബേസിൽ സിനിമ ഏകദേശം 35 കോടി കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇനി നമുക്ക് ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ കളക്ഷനിലേക്ക് വരാം. എക്കോ ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് 832 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 91,800ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു ഇതുവരെ. അതായത് 1 ലക്ഷം ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. 52.5% സിനിമയുടെ ഒക്യുപ്പൻസി 1.5 കോടി കടന്നിരിക്കുന്നു ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ. അതായത് സിനിമ ഇന്ന് ട്രാക്കിങ്ങിലൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു 1.25 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 2 കോടിക്ക് അടുത്തെത്തുമെന്നുള്ളത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ 2 തൊട്ട് 2.25 കോടിക്ക് മുകളിലായിരിക്കും ഇന്ന് ഈ സിനിമയുടെ കളക്ഷനായി വരുന്നത്. വലിയ രീതിയിലുള്ള മികച്ച സിനിമ എന്നുള്ള പേര് തന്നെ വന്നിരിക്കുന്നു. ആദ്യ ദിനം 25% ഒക്യുപ്പൻസിയിൽ 58 ലക്ഷം രൂപ മാത്രം നേടിയ ചിത്രം 1.5 കോടി ട്രാക്കിങ്ങിലൂടെ തന്നെ നേടിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. വിലായത്ത് ബുദ്ധ ഇന്നലെ റിലീസ് ചെയ്ത പൃഥ്വിരാജ് സിനിമ ഈ ഒരു സിനിമയ്ക്ക് മുന്നിൽ ബാക്കി ഒന്നും ആവില്ല എന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും സിനിമയ്ക്ക് അത്ര മികച്ച ദിവസമായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇന്ന് ശനിയാഴ്ച വലിയ രീതിയിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നതാണ് ഇതേപോലെയുള്ള സൂപ്പർ താരങ്ങളുടെ ചിത്രമെങ്കിൽ ഇന്ന് 1032 ഷോകളിൽ നിന്ന് 45,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 77 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് സിനിമ ഇന്ന് 1 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളത് സന്തോഷകരമാണ്. ഇന്നലെ 1.5 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ട്രാക്കിങ്ങിലൂടെ മാത്രമായി നേടിയത്. എന്തായാലും വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ആദ്യ ദിനം 2.5 കോടിയോളമാണ് കളക്ഷൻ വന്നതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡായിട്ട് ഇന്നത്തോടെ സിനിമ 4.5 കോടിയിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.